നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും എൻ.ഡി.എയും ലക്ഷ്യമിട്ടത് 400 സീറ്റുകളായിരുന്നു. 2014 നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത്. 270 എന്ന മാന്ത്രിക സംഖ്യ കേവല ഭൂരിപക്ഷം മറികടക്കാൻ അന്ന് ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിൽ ഇനി ഏകകക്ഷി ഭരണം ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ വിശാരദന്മാർ വിധിയെഴുതി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അട്ടിമറി വിജയം ബി.ജെ.പി നേടുന്നത്. പിന്നീട് 2019 കൂടുതൽ സീറ്റുകളോടുകൂടിയാണ് എൻ.ഡി.എ അധികാരത്തിൽ വന്നത്. ബി.ജെ.പിക്ക് മാത്രം 300-ലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് 400-ലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എൻ.ഡി.എ ക്യാമ്പ്. എന്നാൽ അത്രയധികം സീറ്റുകൾ നേടാനായില്ല എന്ന് മാത്രമല്ല, ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും കടക്കാനായില്ല. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ RSSൻ്റെ പിണക്കമാണ് എന്ന് പിന്നീട് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. സുപ്രധാനമായ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ RSS പണികൊടുത്തു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായില്ല. RSS മേധാവി അതിൻ്റെ സൂചനകളും അന്ന് പറഞ്ഞിരുന്നതാണ്. RSS അന്ന് പിണങ്ങാൻ കാരണം മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമാണ് എന്നാണ് സൂചന. അതായത് ഈ പ്രചരണം മുഴുവൻ, ഭരണനേട്ടം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ RSSന് താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു ക്യാമ്പയിൻ മതി എന്നതിൽ ഉറച്ചു നിന്നു. പിന്നീട് RSS എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിട്ടു. പക്ഷേ RSS ചിലയിടങ്ങളിൽ വലിയ നിസ്സംഗത കാണിച്ചു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും RSS പ്രവർത്തകർ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ല. തൽഫലമായിട്ടാണ് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും എൻ.ഡി.എ അധികാരത്തിൽ വരികയും ചെയ്തത്. മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മോദി ഉപേക്ഷിച്ചിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അത്രമാത്രം ഫലം ആ മുദ്രാവാക്യത്തിനുണ്ടായില്ല. മാത്രമല്ല, അന്ന് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന JP നദ്ദയും RSSൻ്റെ സഹകരണം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടൊരു പ്രസ്താവനയും നടത്തി. ഈ രണ്ട് കാര്യങ്ങൾ, മോദി ഗ്യാരണ്ടിയും JP നദ്ദയുടെ പ്രസ്താവനയുമാണ് RSSനെ പിണക്കിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പിണക്കം മനസ്സിലാക്കിയ ബി.ജെ.പി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും RSS നേതൃത്വവുമായി ഗഹനമായ ചർച്ചകൾ നടത്തുകയും പിന്നീട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. പിന്നീട് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ദില്ലിയിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളിലുമായിക്കോട്ടെ RSSും ബി.ജെ.പിയും കൈകോർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടു. അവർ വലിയ വിജയം നേടുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഒരിക്കൽ കൂടി ബി.ജെ.പി നേതൃത്വവുമായി RSS നേതൃത്വം ഇടയുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് CJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരം ശ്രദ്ധേയമായത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് CJP ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമരം നടത്തിയത്. ഈ സമരം ജൂലൈ 20 നടത്തിയ പാർലമെൻറ്റ് മാർച്ചോടുകൂടി അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പോലീസ് നേരിട്ടപ്പോൾ സംഘർഷമുണ്ടായി. ആ സംഘർഷം ഇപ്പോഴും രാജ്യത്ത് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയ സംഘർഷം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയും എല്ലാം പിന്താങ്ങിക്കൊണ്ട് ഒരു വലിയ വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. അവർ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തെറ്റാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിൻ്റെ നിലപാടുകളാണ് ശരിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് RSS മേധാവി മോഹൻ ഭഗവത് കേന്ദ്ര സർക്കാരിനെ തള്ളിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. പ്രത്യക്ഷത്തിൽ അദ്ദേഹം വിമർശിച്ചില്ലെങ്കിലും രാജ്യത്തെ യുവജനങ്ങളെ സന്തോഷത്തോടെ കേൾക്കണമെന്ന് RSS മേധാവി പറഞ്ഞു. അത് കേന്ദ്ര സർക്കാരിനുള്ള ഒരു കൊട്ടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ RSSൻ്റെ അസംതൃപ്തി ആ പ്രസ്താവനയിൽ വളരെ വ്യക്തമായി തന്നെ നിഴലിക്കുന്നുണ്ട്. രണ്ടാമത്തെ സൂചന എന്നത് അമിത്ഷായുടെ മൗനമാണ്. അമിത്ഷാ എന്തുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വരുമ്പോൾ അമിത്ഷായുടെ ഇടപെടൽ കേന്ദ്ര മന്ത്രാലയത്തിലുണ്ടാകും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ടാകും. ആ ഇടപെടലുകൾ തീർച്ചയായും വിജയിക്കുകയായിരിക്കും പതിവ്. അതൊരു ശുഭ പര്യവസാനിയായി മാറുകയും ചെയ്യും. CAA സമരങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. എന്നാൽ ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഒറ്റ പ്രസ്താവന പോലും നടത്തിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി ഒരു പ്രസ്താവന നടത്തിയെന്നല്ലാതെ ഈ ദില്ലി സമരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പ്രതീക്ഷിച്ചത് അമിത്ഷായിൽ നിന്നായിരുന്നു. ഇന്നും പ്രതിപക്ഷം പാർലമെൻറ്റിൽ അങ്ങനെ ഒരു പ്രസ്താവന വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അമിത്ഷാ പ്രസ്താവന നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അമിത്ഷാ പാർലമെൻറ്റിൽ പോലും പോകാതെയായി.
അമിത്ഷാ പൂർണ്ണമായും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്നാണ് എല്ലാവരും ആശ്ചര്യത്തോടു കൂടി പരിശോധിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന് ദില്ലിയിൽ നിന്നും ചില സ്ഥിരീകരിക്കപ്പെടാത്ത സൂചനകൾ വരുന്നുണ്ട്. അതായത് RSS പിണങ്ങാനും അമിത്ഷാ പിണങ്ങാനും ഒരേ കാരണമാണ് എന്ന് പറയപ്പെടുന്നു. അമിത്ഷായെ അടുത്ത കേന്ദ്ര മന്ത്രിസഭാ വികസനത്തിൽ ഉപപ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കണമെന്ന് RSS ആവശ്യപ്പെട്ടുവത്രേ. എന്നാൽ മോദിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അതിന് അനുമതി നൽകിയില്ല. മോദി ഈ രാജ്യത്തെ നയിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് ഈ രാജ്യത്തെ ഭരണത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും തൻ്റെ കയ്യിലുണ്ട്. താൻ 3ാം തവണയും വിജയിച്ചുവെന്ന് പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉപപ്രധാനമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പേരും പ്രശസ്തി, അതിനൊക്കെ കുറവ് വരും എന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാ ഉപപ്രധാനമന്ത്രിയാകുന്നതിനെ നരേന്ദ്രമോദി എതിർത്തത്. ഇത് രാഷ്ട്രീയ സ്വയം സേവക സംഘം അല്ലെങ്കിൽ RSSന് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള ഒരു അകൽച്ച അവിടെ രൂപപ്പെടുകയും അമിത്ഷാ പൂർണ്ണമായും ഉൾവലിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ഈ അവസരത്തിൽ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ പാർലമെൻറ്റിൽ വരാത്തത്? അത് പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങളാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അതിന് തന്നെയാണ് സാധ്യത കൂടുതലും. മൂന്നാമത്തെ കാര്യം എന്നത് കേരളത്തിൽ നടന്ന ഒരു സൂചനയാണ്. അതായത് കേരളത്തിലെ RSSനും BJPക്കുമൊക്കെ വേണ്ടി വാദിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് TG മോഹൻദാസ്. TG മോഹൻദാസ് സംഘത്തിൻ്റെയും അതുപോലെ തന്നെ BJPക്കുമൊക്കെ വേണ്ടി വാദിക്കുന്നവരുടെ ജിഹ്വയാണ്. കാരണം BJP അദ്ദേഹത്തെ ഒരു വക്താവായി നിയമിച്ചിട്ടില്ല, സംഘവും അദ്ദേഹത്തെ വക്താവായി നിയമിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നവർ ഇങ്ങനെ വക്താക്കളാകണമെന്നുമില്ല. RSSനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും BJP അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും വർത്തമാനം പറയും. പക്ഷേ ആ വർത്തമാനത്തിൻ്റെ ഉത്തരവാദിത്വം സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ തലയിൽ കെട്ടിവെക്കാൻ സാധ്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം TG മോഹൻദാസിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് കേരളത്തിൽ ഉയർന്നത്. ഇന്നലെ DYFI അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തു. അദ്ദേഹം എന്തിനാണ് ഈ വിമർശനങ്ങൾക്ക് ഇരയാകുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു. മോദി ഫാസിസ്റ്റാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മോദി ഒട്ടും ഫാസിസ്റ്റ് അല്ല. മോദി ഈ വളരെ ദുർബലതയോടുകൂടി വളരെ സോഫ്റ്റായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സമരങ്ങളെ നേരിടുന്നത്. ദില്ലി കലാപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇവറ്റയൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് TG മോഹൻദാസ് പറഞ്ഞു. അത് നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു എന്നൊരു തരത്തിലുള്ള ഒരു വാക്യം അത് എല്ലാവരും പറയുന്നതാണ്. അത്തരത്തിൽ ആ വീഡിയോയിൽ അദ്ദേഹവും ഒരു പരാമർശം നടത്തി. അദ്ദേഹം ഉരുക്കുമുഷ്ടി കൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയേനെ. മോദി എന്താ ഇത് വല്ലാതെ ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് എന്നായിരിക്കും നമ്മളെല്ലാം വിചാരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒട്ടനവധി കാര്യങ്ങളുണ്ടാകാം. പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുമായിരിക്കാം. ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുമായിരിക്കാം. നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തെ അത്ര കണ്ട് പെട്ടെന്ന് നമ്മൾ പ്രതികൂലിക്കേണ്ട കാര്യമില്ല എന്നാണ് TG മോഹൻദാസ് ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. അതിൽ ഈ പറയുന്നത് പോലെ കേസെടുക്കാനുള്ള ഒന്നുമില്ല. മാത്രമല്ല ഈ TG മോഹൻദാസിനെതിരെ ഇത്ര വലിയ മൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ടൊന്നുമില്ല. സഖാക്കളെയും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെയും TG മോഹൻദാസ് ടെലിവിഷൻ ചർച്ചകളിൽ പൊളിച്ചെടുക്കാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അദ്ദേഹം ഈ പൊളിച്ചെഴുത്ത് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ TG മോഹൻദാസിനെതിരെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ കലിപ്പാണ്. ആ കലിപ്പ് തീർക്കുകയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസിനെ പിന്തുണച്ച് ആരും രംഗത്ത് വരണമെന്നില്ല. പക്ഷേ ഉടൻ തന്നെ TG മോഹൻദാസിനെ പിന്തള്ളിക്കൊണ്ട് RSSൻ്റെ ഒരു സീനിയർ നേതാവ് രംഗത്ത് വന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ സൂചന. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും RSS പ്രതികരിക്കാറില്ല. RSSൻ്റെതായ ഒരു ജോലിയുണ്ട്. ആ ജോലിയുമായി RSS മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ RSS ഈ കാര്യങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്ന ഒരു പതിവില്ല. പക്ഷേ അപ്രതീക്ഷിതമായി RSS ഈ വിഷയം ഏറ്റെടുക്കുകയും TG മോഹൻദാസിന് RSSൻ്റെ ഒരു ചുമതലയും നൽകിയിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുമാണ് സംഘം നൽകിയിരിക്കുന്ന വിശദീകരണം. RSSൻ്റെ ദക്ഷിണ
കേരള പ്രാന്ത പ്രചാരക് ആണ് KB ശ്രീകുമാറാണ് വളരെ പെട്ടെന്ന് ഒരു ഈ പറയുന്ന TG മോഹൻദാസിനെ തള്ളിക്കൊണ്ട് ഒരു പത്രപ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSും BJPയും തമ്മിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അമിത്ഷായുമായി ബന്ധപ്പെട്ടതാണ്. അമിത്ഷായെ ഉപപ്രധാനമന്ത്രിയാക്കണമെന്ന് BJPയിലെ ഒരു വിഭാഗവും RSSും താല്പര്യപ്പെടുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം അവസാനിക്കുന്നതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടിയിടങ്ങണം എന്നൊരു ആവശ്യമാണ് RSS ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിച്ചു. RSSൻ്റെ സമന്വയ ബൈഠക്കുകളിലോ RSSും BJPയുമായി നടക്കുന്ന പ്രത്യേക യോഗങ്ങളിലോ ഒക്കെ ഈ ആവശ്യം ഭാവിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ RSSൻ്റെ ഈ അഭിപ്രായത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒട്ടും യോജിപ്പില്ല. അത് RSSൻ്റെ ഈ പിന്മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് CJPയുടെ സമരം BJPക്ക് എതിരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൽ CJP വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ RSS ഒരു CJP അനുകൂല പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്, അതും RSS മേധാവി തന്നെ രംഗത്ത് വരുന്നത്. അമിത്ഷാ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. കേരളത്തിൽ TG മോഹൻദാസിനെ നിമിഷം വൈകാതെ തള്ളിക്കളഞ്ഞതും അതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.